ഇന്ന് ഞാൻ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ള എൻ്റെ ലൈഫിൻ്റെ ഇതിൻ്റെ ഇടയിൽ നിറയെ ചാലഞ്ചസും നിറയെ ട്വിസ്റ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഞാൻ എൻ്റെ നമ്മുടെ പരിവാഹൻ്റെ വെബ്സൈറ്റ് റെഡി ആവാത്തതുകൊണ്ട് കൗൺസിലേറ്റിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. പക്ഷേ കൗൺസിലേറ്റിൻ്റെ വെബ്സൈറ്റ് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ ഓൾറെഡി ഏജന്റിന്റെ അടുത്ത് പോയിട്ട് ഡെബിറ്റ് കാർഡിന്റെ ഡീറ്റെയിലും ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം എപ്പോഴെങ്കിലും നമ്മുടെ വെബ്സൈറ്റ് റെഡി ആവുകയാണെങ്കിൽ അപ്പോൾ തന്നെ കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഓൾറെഡി നമ്മൾ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു 1 വീക്ക് ആയിട്ടും വെബ്സൈറ്റ് റെഡി ആയിട്ടില്ല. വെബ്സൈറ്റ് റെഡി ആകാത്തതുകൊണ്ട് ഓക്കെ നമുക്ക് വരണടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനൊരു ഷോപ്പിൽ മീൻ ഇവിടെ വന്നിട്ട് ഫ്രഷ് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകും. മീൻ വാങ്ങി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് പേയ്മെന്റ് ചെയ്തപ്പോഴേക്കും കാർഡ് എടുക്കുന്നില്ല. ആദ്യം 2 പ്രാവശ്യം ചെയ്ത്, പിന്നെ ഫോൺ വഴി ചെയ്ത് നോക്കി ശരിയാവുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി അടുത്തൊരു പണി വന്നിട്ടുണ്ടോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. ഉടനെ ഞാൻ ബാങ്കിൽ വിളിച്ചപ്പോഴാണ് അവർ പറയുന്നത്, നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഏതോ ഒരു ATM കൊണ്ടിട്ടതിൻ്റെ ഇതിൽ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് അത് റെഡിയാക്കി. അവർ പറഞ്ഞു ലാസ്റ്റ് ഒരു പേയ്മെന്റ്, ആ കടയിലെ പേയ്മെന്റ് മാത്രം ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് ആ കാർഡ് ബ്ലോക്ക് ചെയ്യും, എന്നിട്ട് പുതിയൊരു കാർഡ് അവർ അയച്ചു തരും. ഓൾറെഡി ഈ കാർഡാണ് ഞാൻ നമ്മുടെ കോൺസുലേറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോഴേ എന്റെ ടെൻഷൻ കൂടി. പിന്നെ ഞാൻ ആ പേയ്മെന്റ് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് ഏജന്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾ കറക്റ്റ് സമയത്താണ് വിളിച്ചത്, വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി, ഞാൻ അപ്പോഴേ പിന്നെ എൻ്റെ വൈഫിന്റെ ഡെബിറ്റ് കാർഡും കൊണ്ട് പോയി ആ ഫോം എല്ലാം ഫില്ല് ചെയ്തു, സൈൻ ചെയ്തു, അതിന്റെ കാര്യത്തിന് റെഡിയാക്കി. അപ്പോഴേ ഏജന്റ് പറഞ്ഞു, ഇനി ഒരു 2 വീക്കേ ഉള്ളൂ, ഈ 2 വീക്കിനകത്ത് ഇത് റെഡി ആവുമെന്ന് ഒരു ഇതുമില്ല, ഒരു ഹോപ്പും വേണ്ടാന്ന്. അപ്പോഴേക്കും ഞാൻ ഓക്കെ ശരി നമുക്ക് നോക്കാം, ചിലപ്പോൾ റെഡി ആയാലോ എന്നൊരു ഹോപ്പിലിങ് വന്ന് ഒരാഴ്ചയായിട്ടും ഒരു അനക്കവും ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും ഇനി ഒരാഴ്ചക്കകം പേപ്പർ റെഡിയല്ല. കാരണം അവര് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അപ്പൊ പരിവാഹം റെഡി ആയിട്ടുണ്ടോന്നൊക്കെ നോക്കാം. അപ്പോഴേക്കും നമ്മുടെ ലാസ്റ്റ് ഡേ നോക്കിയപ്പോൾ പരിവാഹന്റെ വെബ്സൈറ്റ് റെഡിയായി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഓൾറെഡി ഞാൻ എൻ്റെ ഒറിജിനൽ ഇന്ത്യൻ ലൈസൻസ് കൗൺസിലേറ്റിൽ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇനി ലൈസൻസ് കൊണ്ട് കാണിച്ചിട്ട് വെരിഫൈ ചെയ്ത് നമുക്ക് ലൈസൻസ് കിട്ടത്തില്ല. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് എന്തായാലും ന്യൂ സൗത്ത് വെയിൽസിന്റെ സർവീസ് സെന്ററിൽ പോയി ഒന്ന് സംസാരിച്ചു നോക്കാം, എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിലോ. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അവിടെ റിസപ്ഷനിൽ പോയി സംസാരിച്ചപ്പോൾ അവിടുത്തെ സ്റ്റാഫ് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് 2 വെബ്സൈറ്റും ഡൗൺ ആയി, അതുകൊണ്ട് എനിക്ക് ഇപ്പോഴേ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരവരുടെ സീനിയേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വന്ന് പറഞ്ഞു, ഒരു വഴിയുണ്ട്, നിങ്ങൾ ഒരു ഹസാർഡ് ടെസ്റ്റ് കൂടെ ചെയ്യണം. ഹസാർഡ് ടെസ്റ്റിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 15 ക്വസ്റ്റ്യനും 15 ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് പ്രൊവിഷണൽ ലൈസൻസിന്റെ ലൈസൻസ്. ഈ പ്രൊവിഷണൽ ലൈസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ നമുക്ക് ഓടുമ്പോൾ അതിൽ P എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് കളറുള്ള ഒരു സൈൻ വെച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. പക്ഷെ അത് ഫുൾ ലൈസൻസ് അല്ല, നമുക്ക് അതിൽ നിറയെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് 90ന്റെ മുകളിലുള്ള റോഡ് സ്പീഡിൽ അത് ലൈസൻസ് വെച്ച് ഓടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ശരി, പക്ഷെ അതിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് 12 മാസത്തിനകത്ത് എപ്പോഴെങ്കിലും നമ്മുടെ പേപ്പർ റെഡി ആകുമ്പോൾ അതുകൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് നമ്മുടെ ഫുൾ ലൈസൻസ് കിട്ടും. അപ്പൊ എനിക്ക് എന്റെ മുമ്പിൽ ഈ ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വന്നു. വീട്ടിൽ വന്നിട്ട് ഇത് ടെസ്റ്റിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് പഠിച്ചു. എന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ 8 മണി 8:30 ആയപ്പോഴേ ഞാൻ പോയി സർവീസ് സെന്ററിൽ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ എനിക്ക് വേറൊരു ഐഡിയ തന്നെ, എൻ്റെ പഴയ അതായത് എൻ്റെ ലൈസൻസ് ഞാൻ പുതുക്കിയായിരുന്നു. ലൈസൻസിന്റെ ഫുൾ നെയിം ഒക്കെ ആക്കി നമ്മുടെ പാസ്പോർട്ടിന്റെ എക്സാക്ട് സെയിം നെയിമിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ പക്ഷേ ലൈസൻസിലാണെങ്കിൽ ഫുൾ നെയിം ഒന്നുമില്ല,
ഒന്നുമില്ല, പാരന്റിന്റെ നെയിം ഫുൾ നെയിം ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും സംസാരിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ റിസപ്ഷനിൽ പോയി സംസാരിച്ചു. റിസപ്ഷനിൽ ഇങ്ങനെയാണ് ടെസ്റ്റ് എടുക്കുന്നു, ഹസാർഡ് ടെസ്റ്റ് എടുക്കുന്നു എന്ന് സംസാരിച്ചു നോക്കി. ചിലപ്പം ബിരിയാണി കൊടുത്താൽ. അപ്പൊ ഞാൻ സംസാരിച്ചു നോക്കിയപ്പം അവര് വീണ്ടും അവരെ സീനിയറിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് വന്ന് പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഹസാർഡ് ടെസ്റ്റ് എടുത്ത് തന്നെ ആവണം, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മാച്ച് ആവത്തില്ല, നിങ്ങളുടെ നെയിം തമ്മിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞു. ശരി, ഹസാർഡ് ടെസ്റ്റ്. അപ്പൊ ഒരു ടോക്കൺ തന്നിട്ട് പറഞ്ഞു, പോയി നിങ്ങളുടെ ടെസ്റ്റിന്റെ ഓഫീസിന്റെ അടുത്ത് പോയി സംസാരിക്കാൻ. അപ്പം ഞാൻ അവിടെ പോയി ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ പോയി ഓഫീസിന്റെ അടുത്ത് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഇങ്ങനെയാണ്. ലാസ്റ്റ് പോയ ഒരു വാക്ക് നമുക്ക് സംസാരിച്ചു നോക്കണം. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ, ഇനി ഒരാഴ്ചയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇനി ഇപ്പം അത് സേവ് ചെയ്യണം. നമ്മൾ ലൈസൻസ് ടെസ്റ്റ് ഇനി എനിക്ക് എടുക്കാൻ വയ്യ, ആ ടൈം സേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഹസാർഡ് ടെസ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ കയ്യിൽ പഴയ ഒരു ലൈസൻസ് ഉണ്ട്, പഴയ ലൈസൻസിൽ പേരൊന്നും ചെയ്തല്ല, പേര് ഫുൾ നെയിം ഇല്ല. പക്ഷെ നിങ്ങൾ വെബ്സൈറ്റിൽ ഇപ്പം വെബ്സൈറ്റ് ശരിയായിട്ടുണ്ട്, ഡ്രൈവിങ്ങിന്റെ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫുൾ നെയിമും ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി ഇത് ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ്, ഞാൻ ഇവിടെയാണ് ടെസ്റ്റ് എടുത്തത്, ഇവിടെ കൊണ്ടുപോയാണ് ആദ്യം രജിസ്റ്റർ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഓക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് എടുത്തിട്ട് കുറെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇനി കൊടുത്ത ഇതിൽ പേപ്പറിൽ വല്ല പണിയും ഉണ്ടോ, ഇവിടെ കൂടിയാണ് അടുത്ത പണി വരണമെന്ന് അറിയത്തില്ല. അപ്പൊ അവരത് കൊണ്ടുപോയിട്ട് അവരെ സീനിയറിന്റെ അടുത്ത് കൊണ്ടുപോയി സൈൻ ചെയ്തൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോഴേ എനിക്കൊരു പേടിയായി. എന്നിട്ട് അവരെന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഹസാർഡ് ടെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഞാൻ ഫുള്ളായിട്ട് തരാം. അപ്പോഴൊരു കിളി പൊട്ടി. അവരപ്പോഴേ തന്നെ പിന്നെ നമ്മുടെ എന്റെ ഫോട്ടോ എടുത്ത് ലൈസൻസ് റെഡി ആക്കി ന്യൂ 1 വീക്കിനകത്ത് കാർഡ് വീട്ടിലോട്ട്. ഇതാണ് പുതിയ അപ്ഡേഷൻ. ഇനി ഞാൻ ഇതിന്റെ ഓരോ സ്റ്റെപ്പുകൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മളിവിടെ വരുമ്പം എങ്ങനെയാണ് ലൈസൻസിന്റെ നാട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്തിട്ട് വരണം, ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്യണം, പിന്നെ ലൈസൻസ് ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ലൈസൻസ് എടുക്കേണ്ടത്, ആ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഇതിൽ വരാം. അതൊരു ബൈ.